രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് തോന്നിയത് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കിയല്ലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മാവ് കോരി ഒഴിച്ചു, ചെറുതായിട്ടൊന്ന് പരത്തി അതിന് ശേഷം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തേങ്ങ ചിരണ്ടിയ ദോശ ഞങ്ങൾ മുന്നേയും വീട്ടിലുണ്ടാക്കുന്നതാണ്. എന്നാലും അത് വെച്ചിട്ട് വീണ്ടും ഒരു വെറൈറ്റി ചെയ്താലോ എന്ന് തോന്നി. പിന്നെ ആ ദോശയുടെ പുറത്ത് കുറച്ച് തേങ്ങ ഇങ്ങനെ 4 സൈഡിലും വെച്ചു, പിന്നെ കുറച്ച് നടുക്കും വെച്ചു. അങ്ങനെ ആ ദോശ തേങ്ങ ദോശയായി. പിന്നെ അതിൻ്റെ പുറത്ത് ആ ദോശ മറിച്ചിടുമ്പോൾ തേങ്ങയൊന്നും ആ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാനിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവെടുത്ത് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ദോശ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ ദോശ നമ്മൾ മറിച്ചിട്ട് ആ സൈഡ്, നമ്മൾ തേങ്ങ വെച്ച സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അതിനെടുത്ത് തിരിച്ചിട്ടു. അപ്പം ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തേങ്ങാ ദോശ. പക്ഷെ വെറൈറ്റി ദോശയൊന്നും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ആ തേങ്ങ ദോശയുടെ മുകളിൽ ഒരു ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുത്തു. അപ്പോൾ അതൊരു വെറൈറ്റി ദോശയായി. അങ്ങനെ ആ ദോശയുടെ പുറത്ത്, തേങ്ങയുടെയും പുറത്ത് നമ്മുടെ സ്ലൈസ് ചീസ് അങ്ങനെ ഇരുന്ന് ഉരുകി നല്ല മെൽറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ടേ. കണ്ടോ? ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതൊക്കെ നല്ല ചീസൊക്കെ നല്ല ഉരുകി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പിന്നെ നമ്മുടെ ദോശയെടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് വെച്ചു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.